ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഓടുന്ന എത്ര പേരുണ്ട്? അനേകർ. അതായത് എങ്ങനെ ഓടണം? ഒളിമ്പിക്സ് നടക്കുന്ന സമയമാണല്ലോ. എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത്. എല്ലാ രാജ്യക്കാരും ഞാൻ ജയിച്ചിരിക്കുമെന്ന് എല്ലാ രാജ്യക്കാരും ആ രാജ്യത്തോട് ഒരു ഉറപ്പ് പറഞ്ഞിട്ടാണ് പോകുന്നത്. വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയിക്കും. എല്ലാവരും ജയിക്കാനാണ് പോകുന്നത്. എന്നാൽ ഏറ്റവും എഫർട്ട് എടുത്തവൻ, ഏറ്റവും വില മുടക്കിയവൻ അതിലൊന്നാമൻ ആയി തീരുന്നത് നമ്മൾ കാണും. ദൈവരാജ്യത്തിലും ഇങ്ങനെയാണ്. ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. യോഹന്നാന്റെ നാൾ മുതൽ ഇന്ന് വരെ ബലാത്കാരം ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞു. എന്താ യോഹന്നാന്റെ നാൾ മുതൽ? യോഹന്നാൻ പറഞ്ഞു, ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് നിൽക്കുന്നത്. അവനാണ് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. കളത്തെ മുറ്റും വെടിപ്പാക്കി പതിര് കെടാത്ത തീയിലിട്ടവൻ ചുട്ടുകളയും. അതായത് പതിരായിട്ടുള്ളതിനെ നരകത്തിലും നല്ലതിനെ കളപ്പുരയിലും ശേഖരിക്കും. അതായത് ഒരു കൂട്ടത്തെ സ്വർഗത്തിന് വേണ്ടിയും ഒരു കൂട്ടത്തെ നരകത്തിലേക്കും വേർതിരിക്കുന്നവൻ അവനാണ്. അവൻ, ഞാനിപ്പോൾ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ അവൻ നിങ്ങളെ തീയിൽ മുക്കിപ്പൊക്കും. ഇങ്ങനെയുള്ള യേശുവിനെ കുറിച്ചുള്ള, യേശുവിനെ ചൂണ്ടിക്കാണിച്ചുള്ള, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യ നിമിത്തം എല്ലാവരും യേശുവിനെ ബലപ്രയോഗത്തിലൂടെ ഒന്ന് തൊടുവാനും വിശ്വസിക്കുവാനും കൂടുതൽ യേശുവിനോട് അടുത്തു. രക്തസ്രാവക്കാരത്തി പറഞ്ഞു, അത് മശികയാണെന്ന് യോഹന്നാൻ പറഞ്ഞ മശികയാണെങ്കിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും. നിക്കോദിമോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. യോഹന്നാൻ പറഞ്ഞതും നിക്കോദിമോസ് പറഞ്ഞതും എല്ലാം കൂടി വെച്ച് നോക്കിയാൽ യേശുവിൽ ഉണ്ടായിരുന്ന ശക്തി, യേശുവിലുണ്ടായിരുന്ന വിടുതലുകൾ എത്ര ഭയങ്കരമായിരുന്നു. ഇത് അറിയാവുന്നവർ ഒരു വിശ്വാസത്തിൻ്റെ ബലപ്രയോഗം അവർ നടത്തി. വിശ്വാസത്താൽ ഒന്ന് തൊടാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കെല്ലാം സൗഖ്യമുണ്ടായി. ഒരു ബലപ്രയോഗം. ബലാത്കാരികൾ ബലപ്രയോഗം നടത്തുന്നു. ഒളിമ്പിക്സിൽ നടക്കുന്നത് ബലാത്കാരികൾ ബലപ്രയോഗം നടത്തി ജയം പ്രാപിക്കുകയാണ്. ഓടുന്നവർ അമിത ബലത്തിൽ അതിനെ ജയത്തിലേക്ക് പോകുന്നു. ചാടുന്നവർ ഫുട്ബോളിലാണെങ്കിലും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണെങ്കിലും ഗുസ്തിയിലാണെങ്കിലും എല്ലാം ഒരു ബലപ്രയോഗമാണ്. അതായത് ബലവാനെ പിടിച്ചു കെട്ടണം, എന്നാലേ ഒരു ജയമുള്ളൂ. യേശു പറഞ്ഞു ബലവാനെ പിടിച്ചു കെട്ടണം. നമ്മളൊരു ബലപ്രയോഗം നടത്തണം. അത് പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും എല്ലാം നമ്മളൊരു ബലപ്രയോഗം നടത്തണം. ഇന്ന് മുതൽ ഞാനത് ചെയ്യും. ഒരു ബലപ്രയോഗം. രാവിലെ എഴുന്നേൽക്കണം. ഓട്ടക്കാരൊക്കെ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഡിസിപ്ലിനാണ്. അവരതിരാവിലെ എഴുന്നേൽക്കും, വ്യായാമം ആരംഭിക്കും, അവരുടെ ഡയറ്റ് എല്ലാം വളരെ കൃത്യമാണ്. ഒരിക്കൽ ക്രിക്കറ്റ് താരം ഉത്തപ്പ കർണാടകയിൽ എം.എ. വർഗീസ് പാസ്റ്ററുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഭക്ഷണമെല്ലാം വളരെ ലൈറ്റാണ്. ഇവർ കുറേ വെച്ച് വിളമ്പി, ഇതൊന്നും അദ്ദേഹം കഴിച്ചില്ല. ഏറ്റവും ഒടുവിൽ ചിന്നമാൻറ്റി, എം.എ. വർഗീസ് പാസ്റ്ററുടെ ഭാര്യ ചിന്നമാൻറ്റി വിളമ്പിയ പായസം അദ്ദേഹം കുടിച്ചില്ല. കാരണം അദ്ദേഹം ഒരു സ്പോർട്സ് താരമാണ്. ആരെല്ലാം മുമ്പിൽ വെച്ച് വിളമ്പിയാലും അത് അദ്ദേഹത്തിൻ്റെ കായിക ബലത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതിനെ വേണ്ടെന്ന് വെച്ചു. ചിലതൊക്കെ വേണ്ടെന്ന് വെക്കുന്നതും ബലപ്രയോഗം നടത്തുന്നവരുടെ പ്രത്യേകതയാണ്. അപ്പം ഇതുപോലെയെല്ലാം നാം ഒരു ബലപ്രയോഗത്തിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം എല്ലാം നാം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം.
വലിയ ഓട്ടക്കാരനായി തീരണമെങ്കിൽ, വലിയ ഒരു ജയാളിയായി തീരണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള കൃപ യേശു നിങ്ങൾക്ക് തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. You are more than enough. You are more than enough. You are more than enough for me, Jesus. You are more than enough. You are more than enough. You are more than enough for me. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അതിൽ ഉള്ള പ്രസ്താവനകൾ മുഴുവനും യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടിയ ജനത്തോട് യേശു തുറന്ന് താൻ ആരാണെന്ന് പറയുകയാണ്. തൊട്ടു മുമ്പ് തന്നെ പിടിച്ച് രാജാവാക്കാൻ പോയവരാണ് യേശുവിനെ അന്വേഷിച്ച് അക്കരെ വന്നിരിക്കുന്നത്. അവരോട് യേശു നേരെ തൻ്റെ വചനങ്ങൾ നേരെ സംസാരിക്കുകയാണ്. ഒരു മറയില്ലാതെ നേരിട്ട് പറയുകയാണ്. അതാണ് 6:41 വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമെന്ന് പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പെറുപെറുത്തു. ഇവൻ ജോസഫിൻ്റെ പുത്രനായ യേശു അല്ലയോ? ഇവൻ്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിറുപിറുത്ത യഹൂദന്മാർക്ക് ദൈവവചനം അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്താണ്? ബൈബിളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ സന്തതി ആയി ഒരുവൻ വരും, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അടുത്തത് യെശയ്യാവ് 7:16. എന്താണ്? കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇവരീ പെറുപെറുത്തെങ്കിൽ ഇവർ നേരെ ചെന്ന് ജോസഫിനോട് ചോദിച്ചോ? ഇല്ല. മറിയോട് ചോദിച്ചോ ഈ കുഞ്ഞ് എങ്ങനെ വന്നു? അവർ സാക്ഷ്യം പറയുമായിരുന്നു. അപ്പോൾ പെറുപെറുക്കുന്ന പലർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അവർ പെറുപെറുക്കുന്നത്. നമ്മൾ ഈ യൂട്യൂബിലും മറ്റും പല ദൈവദാസന്മാർക്കെതിരെ വരുന്ന ഈ വീഡിയോകൾ ഒത്തിരി പേര് നമുക്ക് അയച്ചു തരും. അത് നമ്മൾ ഒത്തിരി പേർക്ക് കേൾക്കുന്നതിന് മുമ്പേ ഷെയറും ചെയ്യും. എത്ര വലിയ പാപമാണ്! ഇന്ന് യേശു ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനെതിരെ വരുന്ന കുറേ വീഡിയോകൾ നമ്മളെല്ലാം ഷെയർ ചെയ്യും. യേശു ജോസഫിൻ്റെ മോനാണ്, യേശു മറിയുടെ മോനാണ്, യേശു ഇപ്പോൾ ജീവൻ്റെ അപ്പമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കള്ളന്മാരൊക്കെ ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. യേശു ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനെതിരെ വിമർശിക്കുന്ന വ്യക്തികളിൽ ഒരാളായിട്ട് നമ്മളൊക്കെ മാറിയേനെ. അപ്പോൾ വിമർശിക്കുന്നവരറിയണം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഒരാളെ വിമർശിക്കുമ്പോൾ കർത്താവിനെ വിമർശിക്കുന്ന പോലെയാണ്. യേശു പറഞ്ഞു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. കൈക്കൊള്ളുക എന്ന് പറയുന്നത് അംഗീകരിക്കുക, സ്വീകരിക്കുക. ഒരു ദൈവദാസൻ ഒരു അത്ഭുത ശുശ്രൂഷ ചെയ്തു, ആ ശുശ്രൂഷ അംഗീകരിക്കുക. പലതരത്തിലുള്ള ദൈവത്തിന് പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാം, അതിനെയെല്ലാം നമ്മൾ അംഗീകരിക്കണം. അയ്യോ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അങ്ങനെ പറയരുത്. ഉൾക്കൊള്ളണം. കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കും. കർത്താവിന് എന്ത് ചെയ്യാം, ഏത് മിനിസ്ട്രിയും. ഈ ഇടയ്ക്ക് ഏറ്റവും വലിയ വിഷയം ഏത്? കമന്ന് വീഴാനേ പാടുള്ളൂ, മലന്ന് വീഴരുത് എന്നുള്ള ഒരു വലിയ മീറ്റിങ്ങിൽ ആ ഒരു ടീച്ചിങ് കഴിഞ്ഞ് പുറകെ വന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും, അദ്ദേഹം തൊട്ടുപോലുമില്ല, എല്ലാവരും മലന്ന് വീണു. കമന്നേ വീഴാവൂന്ന് പറഞ്ഞവരും അവരുടെ കുടുംബക്കാരും മലന്ന് വീണു. ഇത് കർത്താവിൻ്റെ ആത്മാവല്ലേ? നമ്മളിതിനെയെല്ലാം വിമർശിക്കേണ്ട കാര്യം എന്താ? ദൈവത്തിനൊന്നും അസാധ്യമല്ല, നമുക്കങ്ങോട്ട് അംഗീകരിക്കാന്നേ. പണ്ട് ഹോജയുടെ കഥ പറഞ്ഞ പോലെ, ഹോജ എന്നൊരു മനുഷ്യൻ, ഒരു അറബിക്കഥയാണ്. ഹോജ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് പിള്ളേരെ കണ്ടപ്പോൾ ഹോജ പറഞ്ഞു, എടാ മക്കളെ, ഇതാ കാണുന്ന ആ 2 നില വീട്ടിൽ എല്ലാവർക്കും ബിരിയാണി ഉണ്ട്. ആ പിള്ളേർ പന്ത് അവിടെ ഇട്ടേച്ച് എല്ലാം ആ വഴിക്ക് ഓടി, ആ വീട്ടിലോട്ട് ഓടി. ആ വീട്ടിലെല്ലാവർക്കും ഫ്രീ ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഓടിയപ്പോൾ ഹോജയും പുറകെ ഓടി. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ഒരാൾ ചോദിച്ചു, എന്താ കാര്യം ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പിള്ളേരോടൊരു കള്ളം പറഞ്ഞു, ആ കാണുന്ന വീട്ടിൽ എല്ലാവർക്കും ബിരിയാണി ഉണ്ട്, ഇവന്മാർ പന്തിട്ടേച്ച് ഓടി, ഞാനും ഓടുകയാണ്. അപ്പം താനെന്തിനാ ഓടുന്നത്? ചിലപ്പോൾ നേരാണെങ്കിലോ എന്ന്. അപ്പം ഇതുപോലെ ചിലപ്പോൾ നേരാണെങ്കിലോ, തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നേരാണെങ്കിലോ. അപ്പം അങ്ങനെ ഊഹാപോഹം പോലും വേണ്ട, നാം പരിശുദ്ധാത്മാവിൽ നമ്മളതിനെ വിശ്വസിക്കണം. ഒരു കാര്യം, ഈ ആരാണ് ഒരു കാലത്തെ വലിയ വേദപണ്ഡിതനായിരുന്ന ആ കാലത്തെ ഒരു ഗമാലിയേൽ പറഞ്ഞു, ദൈവികമാണെങ്കിൽ നിങ്ങൾക്കാർക്കും അതിനെ തകർക്കാൻ കഴിയില്ല. കർത്താവിനോട് വാദിക്കാൻ നിൽക്കരുത്. ദൈവികമാണെങ്കിലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശുശ്രൂഷയും ജീസസ് എവരിഡേ കേൾക്കുന്ന ആരും വിമർശിക്കരുത്. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമാകാനാണ്. ആരുടെയും ഒരു കാര്യവും ഫോർവേഡ് ചെയ്യരുത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ചോ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെക്കുറിച്ചോ ഒന്നും. എല്ലാ അധികാരങ്ങളും ദൈവത്താലാണ്. ആരെയും വിമർശിക്കരുത്. അറിയാതെ അവരെക്കുറിച്ചുള്ള പലതും കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. പലതും ചെയ്യുന്നുണ്ട്, അത് ചിരിച്ചുപോയി കർത്താവെ ക്ഷമിക്കണേന്ന് പറയുക. ഫോർവേഡ് ചെയ്യരുത്. നമുക്കെല്ലാം പറ്റിപ്പോവും. ഒരു ചിരിക്കാൻ വേണ്ടിയെങ്കിലും ആരെങ്കിലും കാണിച്ചു പോകും. എന്നാൽ നമ്മളത് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നവരുടെ പങ്കാളികളാകുകയാണ്. അത് ഈ നെഗറ്റീവായിട്ടുള്ള സാധനം കേൾക്കരുത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം
ഒരു ദൈവദാസന്റെ മീറ്റിങ്ങിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം ഗർജിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വരം അതുപോലെയാണ്. ആ മീറ്റിങ്ങിൽ വരുന്നവരെല്ലാം ഗർജിക്കുന്നു. ജോൺ അനുസുക്കി എന്ന് പറഞ്ഞ ദൈവദാസന്റെ മിനിസ്ട്രി, അതിന്റെ വീഡിയോ കണ്ട പലരുടെയും ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകുന്നു. ഒരിക്കലും വിമർശിക്കരുത്. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശുവിനെ പോലെയാണ്. നമുക്കതില്ലെന്ന് കരുതി നമ്മളതിനെ എതിർക്കരുത്, പിറുപിറുക്കരുത്, എതിർപ്പായിട്ട് പറയരുത്, ആക്ഷേപിക്കരുത്. ദൈവരാജ്യത്തിലെ പല കാര്യങ്ങളും നമുക്കറിയില്ല. നമ്മൾ മറ്റുള്ളവർ ഫോർവേഡ് ചെയ്ത് തന്നതും പറഞ്ഞതും കേട്ടിട്ട് നമ്മൾ ആരെയും വിമർശിക്കരുത്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരെങ്കിലും വിമർശനത്തിൽ നിന്ന് പുറത്തു വരണം. ആരെക്കുറിച്ചും പിറുപിറുക്കരുത്. പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്നില്ല, യേശു പറഞ്ഞ വാക്കിനെ സ്വീകരിക്കുന്നില്ല. ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലിയ വിഷമം, എൻ്റെ മുൻപിലിരിക്കുന്നവർ ആ പറയുന്ന വചനം ഏറ്റെടുക്കാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ആ പ്രസംഗത്തിൻ്റെ സമയത്ത് എനിക്ക് ഇത്തിരി ചുക്ക് കാപ്പി കിട്ടാത്തതല്ല വിഷമം, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരു ഓഫറിങ് തരാത്തതും അല്ല വിഷമം. ഏറ്റവും വലിയ വിഷമം നമ്മൾ പറയുന്ന വചനത്തെ സ്വീകരിക്കാതിരിക്കുന്നു. ചിലർ മൊബൈൽ നോക്കിയിരിക്കുന്നു, ചിലർ ഉടനെ വെളിയിലോട്ട് പോകുന്നു, ചിലർ ലേറ്റായിട്ട് വരുന്നു, ചിലർ പിള്ളേരെ കളിപ്പിക്കുന്നു, ചിലർ സ്വരം കേൾക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു. പൂർണ്ണ ഹൃദയത്തോട് ഇത് സാക്ഷാൽ വചനമായി കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് പൗലോസ് പറയുന്നു. നിങ്ങൾ കേട്ട വചനം സാക്ഷാൽ ദൈവവചനമായി കൈക്കൊണ്ടുപോയത്. അങ്ങനെ കൈക്കൊള്ളുന്നവരുടെ എണ്ണം കുറയുന്നതാണ് അനേകരുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കും. നിങ്ങളോട് ഞാൻ കൂപ്പുകൈകളോടെ പറയാം, നിങ്ങൾ കേൾക്കുന്ന വചനം ഒരു വിമർശനവുമില്ലാതെ ഏറ്റെടുക്കുക. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നമ്മൾ പറയണം ആമേൻ. അതിന് എതിരായിട്ട് നമ്മളൊന്നും പറയരുത്. ആ കാലത്ത് വിമർശനം ഉണ്ടായിരുന്നു, ഈ കാലത്ത് ആവശ്യം പോലെയുണ്ട്. ആരെയും വിമർശിക്കരുത്. ഇനി ഒരു കാര്യം, നിങ്ങൾ ഈ വിമർശനത്തിൻ്റെ വീഡിയോ കാണാനും നിൽക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ വിമർശന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് നോക്കരുത്, അത് പാപമാണ്. പകരം ഇവിടെ നമ്മൾ വായിച്ചത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. ഇവൻ ജോസഫിൻ്റെ മോനല്ലേ, ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ നമ്മുടെ കൂടെയല്ലേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ദൈവത്വത്തെ അവർ തള്ളിക്കളഞ്ഞു. അവർക്ക് വേണമെങ്കിൽ പോയി ജോസഫിനോട് സംസാരിക്കാമായിരുന്നില്ലേ, മറിയോടൊന്ന് സംസാരിക്കാമായിരുന്നില്ലേ? എങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിച്ചത്? ബേത്ലഹേമിലാണോ? യേശു പറയും, അല്ലെങ്കിൽ മറിയ പറയും, കുഞ്ഞുങ്ങളെ ബേത്ലഹേമിലാണ്. ജോസഫും പറയും ബേത്ലഹേമിലാണ്. ആട്ടിടയന്മാർ വന്നതും സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ദൂതന്മാർ അവരെ അറിയിച്ചപ്പോൾ അവർ വന്നതും എല്ലാം അവർ പറയുമായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കാതെ പിറുപിറുക്കരുത്, അവിശ്വസിക്കരുത്. എന്ത് സംഭവിച്ചു? പിന്നീട് യേശു 43-ാം വാക്യം, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിൻ്റെ അർത്ഥം, പിറുപിറുക്കുന്ന നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് കർത്താവ് നേരിട്ട് പറഞ്ഞു. വിമർശിക്കുന്നവർ ഈ വിളിയില്ലാത്തവരാണ് എന്ന് യേശു പറഞ്ഞു. ഞാനല്ല കേട്ടോ, വിമർശിക്കുന്നവർ ഈ വിളിയില്ലാത്തവരാണ്. അതുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇതൊന്നും നമ്മൾ പറയരുത്. ഒരിക്കല് ഒരു ദൈവദാസന്റെ കയ്യിലുണ്ടായിരുന്ന പണം വർദ്ധിച്ചു, ബാഗിലുള്ള പൈസ വർദ്ധിച്ചു. ആ ദൈവദാസൻ എന്നെ വിളിച്ച് കാണിച്ചു തന്നു. അപ്പം ഇത് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച, ഒന്നല്ല പല സ്ഥലത്ത് പ്രസംഗിച്ചു, പേരൊന്നും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ കയറണ്ടല്ല എന്ന് കരുതി എൻ്റെ തലയിൽ മാത്രം ആൾക്കാർ കയറിയാൽ മതിയല്ലോ എന്ന് കരുതി. ഉടനെ എന്നെ ഒരാൾ വിളിച്ചു, ഒരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ജോഷി പാസ്റ്ററെ, ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ കൊടുക്കാം. ഭാര്യ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞാൻ അതിന് സിസ്റ്ററെ പ്ലീസ്, പാസ്റ്ററെ പ്ലീസ് അംഗീകരിക്കുന്നത് പറഞ്ഞൊന്നുമില്ല. നേരത്തെ അങ്ങനെയൊക്കെ പറയും. ഞാൻ പറയും നിങ്ങൾ അംഗീകരിക്കരുത്. നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാതിരിക്കാൻ നിങ്ങൾ വിമർശിച്ചാൽ മതി. ഇതിനെയൊക്കെ എതിർക്ക്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ മൊത്തം എതിർക്കാൻ പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഒരു സത്യത്തെ എങ്ങനെ അംഗീകരിക്കാതിരിക്കുക, അസത്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുക, ഇതൊരു പിശാചല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ, സത്യങ്ങളെ സത്യമായിട്ട് തന്നെ കാണുക. സത്യം അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ഒരിക്കൽ കൊല്ലത്ത് ഞാനൊരു ചർച്ചിൽ പോയപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് 10-15 ഒരു 20 വർഷത്തിന് മുമ്പ്, അപ്പോൾ ഒരു ദൈവദാസൻ, അന്ന് സ്കൂട്ടറിനാണ് എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇതൊരു മീൻപിടുത്തക്കാരൻ്റെ വീടാണ്, ഇയാൾ രക്ഷിക്കപ്പെട്ടു, വീട്ടുകാരെല്ലാം ഇദ്ദേഹത്തെ, ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ചു, ഇദ്ദേഹത്തിന് ഇവർ പോയിരുന്ന ഈ മീൻപിടുത്തക്കാർ പോകുന്ന വള്ളത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകാതെയായി. ഇവർ വളരെ കഷ്ടത്തിലായി. എന്നാൽ ഇദ്ദേഹത്തിന് മീനില്ലാതെ, ആ വീട്ടുകാർക്ക് മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കാരണം എന്നും കടലിൽ പോകുന്നതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് മീൻ വേണം. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരു പരന്ത് ഒരു വലിയ മീൻ കൊണ്ടുവന്ന് അവിടെ ഇട്ടു. അടുത്ത ദിവസം 10 മണിയായപ്പോൾ, അടുത്ത ദിവസം 10 മണിയായപ്പോൾ, പിന്നെ അയൽവാസികളൊക്കെ വട്ടത്തിൽ നിൽക്കുകയാണ്. എല്ലാവരും വന്ന് നോക്കി നിൽക്കുകയാണ്. ഈ പരന്ത് വരാൻ വേണ്ടി 9:30 ആയപ്പോൾ എല്ലാവരും വന്നു. പരന്തിന് വരെ ഒരു ചിട്ടയും ഡിസിപ്ലിനും ഒക്കെ ഉണ്ട്. കാക്ക വന്നതുപോലെ, ഏലിയാവിന് വേണ്ടി രാവിലെ വൈകിട്ടും വന്നതുപോലെ തക്ക സമയത്ത്. ദൈവത്തിൻ്റെ കരം എത്ര വലുതാ! ഇത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ മതിയാകൂ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ ദൈവം നമുക്ക് തരുന്ന ഓരോ ആലോചനകളെയും അത് നമ്മൾ കണ്ണടച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ മലയോട് നീ ചാടി കടലിൽ പോകുമെന്ന് പറഞ്ഞാൽ ചാടിപ്പോകും, അത്രേ ഉള്ളൂ. ദൈവവചനത്തെ സാക്ഷാൽ ദൈവ ആലോചനയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഈ എഴുതപ്പെട്ട വചനം സ്വർഗത്തിൽ സ്ഥിരമാണ്, ഭൂമി സ്ഥിരമല്ല, വചനം സ്ഥിരമാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടേ? അവിടെ അവർക്ക് യേശുവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയി. അവർ പിറുപിറുക്കാൻ തുടങ്ങി. യേശു പറഞ്ഞു, പിതാവ് ആകർഷിക്കാത്ത ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല. എൻ്റെ പിതാവ് ആകർഷിച്ചവർക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റൂ, അല്ലാത്തവരെല്ലാം ഇതിനെ തള്ളിക്കളയും. ഇതിനെ ഫോളോ ചെയ്യണമെങ്കിൽ എൻ്റെ പിതാവ് തിരഞ്ഞെടുത്തവർ, പിതാവ് ആകർഷിച്ചിട്ട് വരുന്നവർ മാത്രം എൻ്റെ അടുക്കൽ വന്നാലേ നിലനിൽക്കൂ. അല്ലാതെ വരുന്ന ഒരു ലീഡർഷിപ്പ് നിലനിൽക്കില്ല. നമ്മൾ തട്ടിക്കൂട്ടുന്നതൊന്നും പിന്നത്തേതിൽ തല്ലിപ്പിരിയും. പല ചർച്ചുകളിലും പലയിടങ്ങളിലും തല്ലിപ്പിരിഞ്ഞു പോകുന്നത് ദൈവം ആക്കിയതല്ല, മാനുഷികമായ നിയമങ്ങളിൽ ആക്കപ്പെട്ടതെല്ലാം തല്ലിപ്പിരിഞ്ഞു പോകും. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ലീഡർഷിപ്പ് അത് നിലനിൽക്കും. അതാണ് അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തില്ലേ, അവരാണ് നിലനിന്നത്. യെരുശലേമിലെ സഭയ്ക്ക് സ്തെഫാനോസ് നിമിത്തം വലിയ പീഡനമുണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്നാണ്. ദൈവമാക്കിയവർ ചിതറില്ല, അവിടെ നിൽക്കും. വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനത്തെ അങ്ങനെ തന്നെ അംഗീകരിക്കുക. അല്ലാതെ നമുക്കൊരു വിടുതൽ കാണാൻ, ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയും. ഒരു നോർമൽ ലൈഫും മുന്നോട്ട് പോകും. അത്ഭുതങ്ങൾ കാണണമെങ്കിൽ യേശുവിനെ യേശുവായി പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കും. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ വചനം കേട്ട പലർക്കും ഇതൊരു വിടുതലായി മാറും. ഞാനത് വിശ്വസിക്കുന്നു. ഒത്തിരി പേരുടെ അകത്ത് കിടക്കുന്ന തെറ്റായ ധാരണകൾ മാറട്ടെ. വിമർശനത്തിൻ്റെ മനസ്സിനെ, നെഗറ്റീവിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന കത്തിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്ത് നെഗറ്റീവ് കത്തിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവർക്കെല്ലാം ധാരാളം കൃപയുണ്ടാകണം കർത്താവേ. ഇവരൊരു പഠനം നടത്തുന്നവരാകരുത്. ധാരാളം കൃപ ലഭിക്കുന്ന വാക്കുകൾ, കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ ഞാൻ ഇവരുടെ മേൽ റിലീസ് ചെയ്യുന്നു. ഇവരുടെ മനസ്സ് സൗഖ്യമാകട്ടെ.
ചിലരുള്ള കയ്പുകൾ മാറട്ടെ, വിദ്വേഷങ്ങൾ മാറട്ടെ, തെറ്റിദ്ധാരണകൾ മാറട്ടെ. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം റിലീസാകട്ടെ. വലിയ സന്തോഷം ഇവരിലുണ്ടാകട്ടെ. സാമ്പത്തിക വഴികൾ യേശുവിൻ നാമത്തിൽ ഈ മക്കൾക്ക് തുറക്കട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. എല്ലാറ്റിനും നമുക്ക് ആമേൻ പറയാനുള്ള കൃപ ദൈവം തരട്ടെ. സകലതും ശോധന ചെയ്ത് നമുക്ക് നല്ലത് മുറുകെ പിടിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.